അങ്ങനെ പടമായിരിക്കുമ്പോൾ നമ്മളെ കണിയുന്ന കൈറോനെയാണ്. ഇവളാണെങ്കിൽ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണ്. കാരണം ഇവളുടെ അച്ഛനും അമ്മയും വക്കീലന്മാരായതുകൊണ്ട് വെളിയിൽ മറ്റൊരാഴ്ച ജോലി ചെയ്യുക. ഇവള് സമയം പോകാൻ വേണ്ടി പുസ്തകങ്ങൾ വായിച്ചും അതുപോലെ തന്നെ കഥകൾ എഴുതിയുമാണ് സമയം കളയുന്നത്. ഇവിടെ നിന്ന് കാട്ടിക്കൂടെ നടന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു ദിവസം അവൾ കാട്ടിക്കൂടെ എല്ലാം നടന്ന് സ്കൂളിലേക്ക് ചെല്ലും. അവിടെയാണ് അവളുടെ പ്രൊഫസറായിട്ടുള്ള ജൊനാഥൻ മില്ലർ ഉള്ളത്. പുള്ളിയാണ് ഒരു മിഡിൽ ഏജ്ഡാണ്. അതുപോലെ തന്നെ പുള്ളിക്ക് വലിയൊരു ഓതറാകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറ്റാതെ പോയ ആളാണ്. അങ്ങനെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവൾ ഒരുപാട് നേരത്തെ ചെന്നുകൊണ്ട് ജൊനാഥൻ മില്ലർ അവളോട് പറയും സെമസ്റ്ററിന് വേണ്ടിയുള്ള പുസ്തകങ്ങളെല്ലാം പഠിക്കാൻ. അപ്പോഴത്തേക്കിനും അവൾ പറയും 12 പുസ്തകങ്ങൾ അവൾ പഠിച്ചിട്ടുണ്ടെന്ന്. അത് കാണുമ്പോൾ പുള്ളി ഞെട്ടിപ്പോവും. അങ്ങനെ ക്ലാസ് തുടങ്ങുന്നതിന് വരെ അവർ സംസാരിച്ചിരിക്കാൻ തീരുമാനിക്കും. ലിറ്ററേച്ചറിനെ പറ്റി ഓതറിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൈറോയുടെ സുഹൃത്തായിട്ടുള്ള വിന്നി അവിടേക്ക് കയറി വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ കൈറോനെ കഴിക്കാൻ വിളിക്കാനായിട്ട് കൊണ്ടുപോകും. അങ്ങനെ കൈറോ അവളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലും. അങ്ങനെ കൈറോ പോയി കഴിയുമ്പോൾ കൈറോയുടെ ഈ വായനയിലുള്ളൊരു പ്രത്യേക ഇൻട്രസ്റ്റ് കണ്ട് അവൻ അവളുടെ ഡെസ്കിൽ വെച്ചേക്കുന്ന പുസ്തകങ്ങളെല്ലാം എടുത്ത് നോക്കും. അപ്പോഴത്തേക്കാണ് അവൻ്റെ കൂട്ടാനായിട്ടുള്ള ബോറിസ് അങ്ങോട്ട് വരുന്നതും ആ പുസ്തകങ്ങളെടുത്ത് അതിലെ ചില അഡൽറ്റ് പാർട്ട് വായിക്കുന്നതും. അവരങ്ങനെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജൊനാഥൻ ശ്രദ്ധിക്കുന്നത് അവൻ എഴുതിയ ബുക്ക് കൈറോ വായിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ജൊനാഥൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവൻ്റെ ഭാര്യയായിട്ടുള്ള ബിയാട്രിസ് കമ്പ്യൂട്ടറിൽ വലിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അവളോട് പറയാൻ ശ്രമിക്കും തൻ്റെ ബുക്ക് ഒരു സ്റ്റുഡൻറ്റ് വായിച്ചതിനെ പറ്റിയൊക്കെ. പക്ഷെ അവൾക്ക് പെട്ടെന്ന് എമ്മി എന്ന് പറഞ്ഞൊരു ഓഫീസ് സ്റ്റാഫിൽ നിന്ന് കോൾ വരികയും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കും. അപ്പോഴത്തേക്കിനും അവൻ അവിടെ നിന്ന് മാറിച്ച് പോയിരുന്ന ഒരു ഡ്രിങ്കൊക്കെ കുടിക്കും. അപ്പോഴത്തേക്കിനും അവൾ അവൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ അവർ തമ്മിൽ റൊമാൻറ്റിക് മൂഡ് വരുമ്പോഴാണ് വീണ്ടും ആ ഓഫീസ് സ്റ്റാഫ് വിളിക്കുന്നത്. ഇവനത് കാണുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനായിട്ട് ഇരിക്കുന്നതും കാണിക്കും. അങ്ങനെ ജൊനാഥൻ പിറ്റേന്ന് അവരെ ബോറിസിനോട് തൻ്റെ തലേദിവസത്തെ കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. എമ്മി വിളിക്കുന്നതും അവർ ആ റൊമാൻറ്റിക് മൂഡ് സ്കോയിൽ ചെയ്തതിനെ പറ്റിയൊക്കെ. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് കൈറോ വരുന്നത്. കൈറോ എപ്പോഴും കാണുന്ന പോലെ തന്നെ ജോനാഥനെ വിഷ് ചെയ്ത ശേഷം സംസാരിച്ച് കിടക്കും. പക്ഷേ ജോനാഥനാണെങ്കിൽ നല്ല സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ക്യാഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അവൻ ഒഴിവാക്കി നിൽക്കും. ഇതേ സമയമാണ് വിന്നി ലോക്കർ റൂമിൽ ചെന്ന സാധനം കാണാതെ പോയെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നത് ബോറിസിനോട് ഹെൽപ്പ് ചോദിക്കുന്നത്. അപ്പോഴത്തേനും ബോറിസിന് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും വിന്നി അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുവാന്ന്. അങ്ങനെ കൈറോ ഇത് കണ്ടുകൊണ്ട് വരും. കൈറോ എന്നിട്ട് വിന്നിയോട് പറയും അവൾ നല്ല ബോൾഡാന്ന്. അങ്ങനെ അന്ന് വൈകുന്നേരം കൈറോവും വിന്നിയും കൂടി ഇരിക്കുന്ന സമയത്ത് കൈറോ വിന്നിയോട് ഒരു എസ്സേ എഴുതാനുള്ള ഒരു പോയിന്റ് പറയാൻ പറയും. അപ്പോഴത്തേക്കിനും വിന്നി പറയും ഒരു അധ്യാപകനെ സെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി എഴുതാൻ പറയും. അപ്പോൾ കൈറോയ്ക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. കാരണം കൈറോ വലിയൊരു ഏജ് ഗ്യാപ്പ് മതി കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് വിന്നി പറയും ജോനാഥൻ അവളെ സെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെ അവൾ ജോനാഥനുമായിട്ട് ഇഷ്ടത്തിലാകുന്നതിനെ പറ്റിയൊക്കെ എസ്സേ എഴുതാൻ പറയും. അപ്പോൾ ഇവളതിങ്ങനെ താല്പര്യമില്ലാത്ത പോലെ ഇരിക്കും. പക്ഷേ വിന്നി വീണ്ടും കൂടെ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് മൂപ്പിക്കും. അങ്ങനെ പതിയെ കൈറോയ്ക്ക് എവിടെയൊക്കെ ജൊനാഥനോട് ചെറിയൊരു അഫക്ഷനൊക്കെ തോന്നും. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് അവൾ ജൊനാഥനെ പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവനെ ഒരുപാട് നേരം നോക്കിയിരിക്കും. അവൻ്റെ കണ്ണിലേക്ക് ലോക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ ഇവൾ നോക്കുന്ന ജോനാനെ ശ്രദ്ധിക്കും. അങ്ങനെ ജോനാൻ ഒരിക്കൽ ഇവളോട് പിന്നീന്ന് വന്നിട്ട് പറയും ക്ലാസ് കഴിഞ്ഞ് ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യാൻ. അങ്ങനെ വൈകുന്നേരം ജോനാൻ്റെ ഓഫീസിലാണെങ്കിൽ ജോനാഥൻ ബോറിസിനെ വൈകുന്നേരം ഡിന്നറിന് ക്ഷണിച്ചേക്കുവാണ് അവൻ്റെ വൈഫിൻ്റെ കൂടെ. അപ്പോൾ ബോറിസ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം അവർ തമ്മിൽ നേരം ഡാൻസൊക്കെ കളിച്ച് ബോറിസ് അങ്ങ് പോകും. അപ്പോഴത്തേക്കും കൈറോ കയറി വരുമ്പോഴാണ് ജോനാഥൻ ഒറ്റയ്ക്കിരുന്ന് ഡാൻസ് കളിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഇതൊക്കെ കണ്ട് ചിരിച്ച ശേഷം 2 പേരും കൂടെ സംസാരിച്ച് തുടങ്ങും. ജോനാഥനാണെങ്കിൽ കൈറോയുടെ സ്പെഷ്യൽ എബിലിറ്റി കണ്ട് അത്ഭുതത്തോടെ ഇരിക്കുമായിരുന്നു. കാരണം അവൾ ചില വരികളൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്നത് ശ്രദ്ധിക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചൊക്കെ ഇരിക്കും. അതിനുശേഷം ജോനാഥൻ അവൾക്കൊരു ടാസ്ക് കൊടുക്കും. ഒരു നല്ല ഷോർട്ട് സ്റ്റോറി ഒരു ഓതറിനെ പറ്റി എഴുതിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ അവളതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കും. അപ്പം തന്നെ കയറി ജോനാഥനോട് പറയും ജോനാഥൻ എഴുതിയ ബുക്ക് അവൾ വായിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കിനും അവന് പെട്ടെന്നൊന്നും മിണ്ടാത്ത രീതിയിൽ അത് കേട്ടിട്ടിരിക്കും. അങ്ങനെ പതിയും ജോനാഥന് സംസാരിച്ചെടുക്കും. അവൻ പറയും അവൻ കല്യാണത്തിന് മുന്നാണ് അത് എഴുതിയത്. മാരേജ് കഴിഞ്ഞ ശേഷം അവന് ഒരു ഇൻസ്പിറേഷൻ ഇല്ലായിരുന്നു ഒന്നും എഴുതാൻ. അവൻ വെറും സാധാ ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക് പോയത്. അങ്ങനെ കൈറോയ്ക്ക് ഇവിടെ കിട്ടും അൺഇൻസ്പയർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനൊന്നും എഴുതാൻ പറ്റാത്തത്. അങ്ങനെ കൈറോ അവനെ ഇൻസ്പയർ ചെയ്യും. കൈറോ അവനോട് പറയും പുതിയൊരു സ്പാർക്ക് ഉണ്ടാക്കി ഒരു പുതിയ കഥ എഴുതാൻ പറയും. അങ്ങനെ അത് കേൾക്കുമ്പോൾ ജോനാഥൻ കൈറോയെ ഒരു വീക്കെൻഡിന് വിളിക്കും. കൈറോയെ സമ്മതിക്കും. അങ്ങനെ മീറ്റ് സ്പോട്ടിൽ വെച്ച് ജോനാഥൻ പിന്നീന്ന് ചെന്ന് പെട്ടെന്ന് കൈറോയ്ക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കും. അതിനുശേഷം അവർ 2 പേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തുടങ്ങും. അപ്പോഴേക്കും ജോനാഥൻ പറയും എലിയോട്ട് എന്ന് പറഞ്ഞൊരു പോയിറ്റിന് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോകണം, അത് ശ്രദ്ധിക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടും ആ മ്യൂസിക് അത് കേട്ടോണ്ടിരിക്കും. അതിനുശേഷം 2 പേരും വെളിയിലിറങ്ങിയ മ്യൂസിക്കിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ അപ്പോഴേക്കും കൈറോ ഒന്ന് സ്മോക്ക് ചെയ്യും. എന്നിട്ട് ജോനാഥൻ ആ സിഗരറ്റ് ഓഫ് ചെയ്യും. ജോനാഥൻ അത് സ്വീകരിച്ച് ജോനാഥനും ആ സിഗരറ്റ് വലിക്കും. അങ്ങനെ മറ്റൊരു സ്കൂൾ ദിവസമാണ് കൈറോ മറ്റൊരു ലുക്കിൽ സ്കൂളിലേക്ക് വരും. അവളാണെങ്കിൽ കയ്യിലൊരു ടീവായിട്ട് വരുന്നത്. അതാണെങ്കിൽ ജോനാഥനും ബോറിസിനും കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവരവിടെ സംസാരിച്ചൊക്കെ ഇരിക്കും. പിന്നീട് വിന്നിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും കൈറോ പറയും പ്രൊഫസർ തൻ്റെ ഡ്രസ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൾക്ക് ഉറപ്പാണ് പ്രൊഫസറിനെ തൻ്റെ പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ. പിന്നീട് ജോനാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും കൈറോ ഹെൻറി മില്ലർ എന്ന് പറഞ്ഞ് മറ്റൊരു വലിയൊരു ഓതറുണ്ട്. പുള്ളിയാണെങ്കിൽ സെക്സിനെ ലവിനെ പറ്റി തന്നെ കഥ എഴുതുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു കഥ എഴുതുന്നതിനെ പറ്റി പറയും. അപ്പോഴത്തേക്കും ജോനാഥിന് ഒരു പേടിയാകാം.
കാരണം അത് സ്കൂളിൽ അനുവദിക്കുമെന്നൊക്കെ. പക്ഷെ അവൾ പറയും അതാകുമ്പോൾ ഒരു വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുമെന്ന്. അങ്ങനെ ജൊനാഥൻ അവളുടെ പുതിയ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ജൊനാഥൻ പെട്ടെന്ന് തൻ്റെ ഫോൺ ശ്രദ്ധിക്കുന്നത്. അതിലാണ് വൈഫിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് വീക്കെൻഡിന് പോകുന്നതിനെ പറ്റി. അങ്ങനെ ജൊനാഥൻ കൈറോയുടെ തിരക്കാണ്, ഇപ്പം തന്നെ പോകുകയെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. ജൊനാഥൻ പോയ ശേഷം പിന്നെ അവിടേക്ക് വന്ന് അവളെ തൻ്റെ അധ്യാപകനെ സെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക രീതിയിലൊക്കെയുള്ള കുറേ ആക്ഷനൊക്കെ കാണിക്കും. പെട്ടെന്നാണ് കൈറോ ശ്രദ്ധിക്കുന്നത് അവളുടെ ഫോണാണെങ്കിൽ ജൊനാഥൻ്റെ ബാഗിൽ പെട്ടുപോയെന്ന്. ജൊനാഥൻ വീട്ടിലിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നതും അവനെ ബാഗിൽ ഫോൺ എടുത്ത് ഇതാരുടെ ഫോൺ എന്നുള്ള രീതി നോക്കും. എന്നിട്ട് കോൾ എടുക്കും. അത് കൈറോ ആയിരുന്നു ലാൻഡ് ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് വിളിച്ചത്. എന്നിട്ട് കൈറോ തൻ്റെ ഫോൺ എത്തിക്കുന്നതിനെ പറ്റി പറയും. ജൊനാഥൻ അന്നേരം തന്നെ ആ മഴയത്ത് കൈറോയ്ക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ ജൊനാഥൻ അവിടെ നനഞ്ചെല്ലുമ്പോഴത്തേനും കൈറോ ആണ് സെഡ്യൂസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടായിരുന്നു വരുന്നത്. അവർ 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണ് ലോക്കാക്കും. അതിനുശേഷം അവളൊരു കിസ്സിങ് നടക്കും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോയ ശേഷം ജൊനാഥൻ്റെ ഫോണിലേക്ക് ടപ്പ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ ഭാര്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ശബ്ദം കേൾക്കുമ്പോഴത്തേന് ഭാര്യ അവനോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയും. അവനുടനെ തൊട്ടടുത്തുള്ള ഗ്യാരേജിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് അവൾ ഫിനിഷ് ചെയ്ത ആ വർക്ക് ഫുള്ള് വായിക്കും. ആ കഥ ഫുള്ള് ലവും സെക്സും തന്നെ ആയിരുന്നു. അപ്പോൾ ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അവൻ പെട്ടെന്ന് ഇമാജിൻ ചെയ്യും. ഇന്നത്തെ ദിവസം കൈറോയെ കാണാൻ പോയപ്പോൾ മഴയത്തെ കിസ്സിങ്ങിനപ്പുറം അവർ തമ്മിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ടതിനെ പറ്റി ഓർത്ത് അവൻ സ്വന്തമായിട്ട് ബോഡിയെ മനസ്സിനെ തൃപ്തിപ്പെടുത്തും. അവനെ പിറ്റേന്ന് കൈറോ ജൊനാഥനെ കാണാൻ സ്കൂളിലേക്ക് വരും. അവൾ ജൊനാഥനോട് തൻ്റെ വർക്കിനെ പറ്റി ചോദിക്കും. ജൊനാഥൻ എന്നെ എടുത്ത് വായിത്തിട്ട് പറയും വളരെ മോശമാണെന്നും അതവൻ ഇഷ്ടപ്പെട്ടില്ലെന്നും പറയും. അതുപോലെ തന്നെ അവളോട് ഇനി കഥയൊന്നും എഴുതണ്ടെന്നും അവളുമായിട്ടുള്ള റിലേഷനൊക്കെ അവൻ നിർത്തുകയെന്നും പറയും. അവളത് കേട്ട് ഞെട്ടിപ്പോവും. അങ്ങനെ അവർ തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവും. എന്നിട്ട് അവൾ പറയും അവന് പറ്റാത്ത കാര്യം അവൾ ചെയ്തതിനുള്ള ഫ്രസ്ട്രേഷൻ അല്ലേ തീർക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ അവനതും കേട്ട് മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ അവൾ ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ മെയിൽ ബോക്സിൽ കംപ്ലൈൻറ്റും കൊടുത്ത ശേഷം അവൾ വീട്ടിലേക്ക് നടക്കും. അങ്ങനെ അന്ന് വീട്ടിൽ വെച്ചതിന് ശേഷം ജൊനാഥൻ തൻ്റെ ഭാര്യയോട് കൈറോയുടെ വർക്കിനെ പറ്റിയും അവളുടെ വർക്ക് നിരസിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ബോറിസ് അവരുടെ ഇടയ്ക്ക് കയറി വരും. അങ്ങനെ ബോറിസിനോട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം കൈറോയും പിന്നെ അവളുടെ മുറിയിലിരുന്ന് വെള്ളം അടിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ വളരെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കും. അവളെ റിജക്റ്റ് ചെയ്തതിന് അവളുടെ വർക്ക് റിജക്റ്റ് ചെയ്തതിനെയൊക്കെ പറ്റി പറഞ്ഞ്. അപ്പോഴാണ് വിന്നി പറയുന്നത് എന്നാൽ ബോറിസിനെ ഒന്ന് സെഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ നല്ല പോസായതിനു ശേഷം രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി ഫോട്ടോ എടുത്ത് ബോറിസിന് അയച്ചു കൊടുക്കും. ഇതേസമയം ബോറിസും ബിയാട്രസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് കോൾ വരുന്നത്. അപ്പോൾ ആദ്യം അത് ബിയാട്രസ് എടുത്ത് ബിയാട്രസ് അതോട് ജോനാഥന് കൊടുക്കും. അപ്പോൾ ജോനാഥനോട് പറയും അവനെതിരെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, കൈറോയുമായിട്ട് മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചതിനെതിരെ കൈറോ പരാതി തന്നിട്ടുള്ളത്. അങ്ങനെ ബാത്റൂമിൽ ഇറങ്ങുന്ന ജോനാഥൻ ബിയാട്രസിനോട് പറയും ഈ പരാതിയൊക്കെ തെറ്റാണ്, അവനങ്ങനെ ആരോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്ന്. പക്ഷേ ബിയാട്രസ് അവനോട് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഈ പരാതിയൊക്കെ തെളിയിക്കപ്പെട്ടാൽ അവൻ്റെ ജോലി വരെ പോകുമെന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് ജോനാഥൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിൽ കൈറോ ഇല്ലായിരുന്നു. കാരണം കൈറോ പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യാൻ പോയേക്കുമായിരുന്നു. പിന്നെയാണ് കൈറോയുടെ വിഷമത്തിൽ ഡിപ്രഷൻ എഴുതിയിരിക്കുമായിരുന്നു. അവൾ ക്ലാസ് കഴിഞ്ഞ ശേഷം ജൊനാഥനെ കണ്ട് കൈറോയെ പറ്റിയൊക്കെ സംസാരിക്കും. പക്ഷേ ജൊനാഥൻ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. അവനതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ പിന്നീട് ജൊനാഥനെയും കൈറോയും കൂടെ സ്കൂൾ മാനേജ്മെൻറ്റിലേക്ക് വിളിക്കും. അങ്ങനെ രണ്ടുപേരെ ഇരുത്തി മാനേജ്മെൻറ്റോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ചോദ്യം ചെയ്യൽ പ്രൊഫസർ ഒരുപാട് തവണ പതറിപ്പോവും. പക്ഷേ കൈറോ ഒറ്റ നിലപാടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് പ്രൊഫസറിനെ അവിടെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെ സസ്പെൻഷനായിട്ടുള്ള പ്രൊഫസർ വിഷമിച്ച് വന്നിരിക്കും. അപ്പോൾ ബോറിസ് അവിടെ വന്ന് ആശ്വസിപ്പിച്ച ശേഷം ബോറിസ് അവിടെ നിന്ന് പോകും. പിന്നീട് അവന് പ്രശ്നമെല്ലാം ഉണ്ടാകുന്ന വീട്ടിൽ വരുമ്പോഴാണ് അവൻ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിൽ ചെന്നതിന് ശേഷം ബിയാട്രസിനോട് സസ്പെൻഷൻ കിട്ടിയതിനെ പറ്റി പറയും. അപ്പോൾ ബിയാട്രസ് ചോദിക്കും ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇവൻ ആദ്യം ഒന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല. പക്ഷെ ഒരുപാട് ചോദ്യം ചെയ്യുന്നതിന് ശേഷം ഇവൻ അവളോടുണ്ടായിരുന്ന അഫക്ഷനെ പറ്റി പറയും. അതുപോലെ കിസ് അടിച്ചതിനെ പറ്റിയും പറയും. അങ്ങനെ അതോടുകൂടി ദേഷ്യം വന്ന ബിയാട്രസ് അവനോട് ഉടനെ തന്നെ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട ശേഷം അവൾ അവിടെ നിന്ന് പോകും. ഇതേസമയം വിന്നിയും കൈറോയും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വിന്നി കൈറോയോട് അവൾ ചെയ്തതിനെ പറ്റിയൊക്കെ പറയും. അവൾ ചെയ്തത് കൂടിപ്പോയെന്നും അവനുടനെ തന്നെ ജോലി പോകുമെന്നും പറയും. പക്ഷേ കൈറോയ്ക്ക് അവൾ ചെയ്തതിനെക്കുറിച്ചോട്ട് ഒരു കുറ്റബോധം തോന്നില്ല. കൈറോ വിന്നിയോട് പറയും ഒരു പ്രൊഫസറും സ്റ്റുഡൻറ്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായാലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പറ്റി അവൾക്ക് വ്യക്തമായിട്ട് പിടികിട്ടിയെന്ന്. അതും കൂടെ അവളുടെ എസ്സേയിൽ ചേർക്കുക എന്ന് പറഞ്ഞ് അവൾ അതും എസ്സേയിൽ എഴുതി അവളുടെ എസ്സേ കംപ്ലീറ്റ് ചെയ്യും. ഇതോടുകൂടി ആ സിനിമ അവിടെ അവസാനിക്കും.